പരിശുദ്ധാത്മാവിന് ഞങ്ങളോട് ഇടപെടണം, സംസാരിക്കണം. കർത്താവിന്റെ കരം ഞങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നതിനായ സ്തോത്രം. ഞങ്ങളെ ചേർത്ത് നിർത്തണം. ആയിരിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണം, വചനം പരിവർത്തിക്കണം. പ്രാർത്ഥന കേൾക്കണം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രാരംഭത്തിൽ ദൈവദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ വചനത്തിൽ വേരൂന്നി നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ. നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വചനമാണ്. പ്രിയ ദൈവമക്കളെ, വചനം, പരിശുദ്ധാത്മാവ്, ഇത് രണ്ടും ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ കർത്താവ് നമ്മുടെ കരം പിടിക്കും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തക്ക സമയം ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. അതൊരിക്കലും താമസിച്ചു പോകത്തില്ല. ഞാൻ ഇന്നും ചിന്തിക്കും, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ചിന്തിച്ച ഒരു കാര്യമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇതേ സമയം ഭാവിയുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി നിന്ന വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ. ഭാവി എന്താണെന്ന് അറിയില്ല, പഠിച്ചു കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല, ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല. വല്ലാത്ത ഒരു വരൾച്ചയുടെ അവസ്ഥയായി. പക്ഷെ കർത്താവ് എല്ലാം മാറ്റിവെച്ച് തക്ക സമയത്ത് എന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നെ കയറ്റി. ഹല്ലേലൂയ. മരുഭൂമിയുടെ അവസ്ഥ തുടരുന്നുണ്ടെങ്കിലും എനിക്ക് ഉറപ്പുണ്ട് തക്ക സമയത്ത് കർത്താവ് പ്രവർത്തിക്കുമെന്ന്. പ്രാരംഭത്തിൽ പ്രിയ ദേവദാസനിലൂടെ കേട്ടതുപോലെ കർത്താവിന്റെ സമയം എന്ന് പറയുന്നത് തക്ക സമയമാണ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതുപോലെ കർത്താവിന്റെ സമയം ഒരു നിമിഷം നേരത്തെയുമല്ല, ഒരു നിമിഷം താമസിച്ചുമല്ല. കർത്താവ് എപ്പോഴും ഓൺ ടൈമാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് തോന്നും ദൈവം താമസിച്ചു, അല്ലെങ്കിൽ പല മനുഷ്യരും നമ്മളെ നോക്കി കമന്റ് പാസ്സാക്കും, താമസിച്ചു, നിന്റെ ജീവിതത്തിൽ ഒരു നന്മയും ഇതുവരെ വെളിപ്പെടുന്നില്ലല്ലോ. ഹല്ലേലൂയ, നീ ഇത്രയും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, നീ ഇത്രയും ഉപവസിക്കുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ, നിന്നെ പറ്റി ദൈവത്തിന് ഒരു പദ്ധതിയും ഇല്ലേ. ഹല്ലേലൂയ, വല്ലപ്പോഴും പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്കൊക്കെയും ദൈവം മറുപടി തരുന്നുണ്ടല്ലോ. പക്ഷെ കർത്താവ് നമ്മളെ കൈവിടത്തില്ല, കരം പിടിച്ചിട്ടുണ്ട്. എന്നെ കൂട്ടുകാരിൽ പരമായി എന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങളുടെ മുൻപിലായിരിക്കാൻ കർത്താവ് നൽകിയ വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദേവദാസൻ എന്നോട് ഒരു 5 ദിവസം മുമ്പേ മീറ്റിങ്ങിന് വേണ്ടി ഒരുങ്ങാൻ പറഞ്ഞു. അന്നേരമൊക്കെയും ഒരുപാട് മെസ്സേജ് എന്റെ കയ്യിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോഴാണ് എനിക്ക് ഫ്രീ ടൈം കിട്ടുന്ന വചനം ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ. അപ്പൊ ഞാൻ ഒരുപാട് മെസ്സേജ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കർത്താവിനോട് തുടരെ ഈ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചോദിക്കും, കർത്താവ് ഏത് വചനമാ കൊടുക്കണ്ട, ഏത് വചനമാ കൊടുക്കണ്ട, ഒരുപാട് വചനം കയ്യിൽ ഇരിപ്പുണ്ടല്ലോ, ഏതാണ്, ഫുൾ കൺഫ്യൂസ്ഡ് ആയി. അപ്പം 2 ദിവസം മുമ്പേ കർത്താവ് ഓർമ്മിപ്പിച്ച ഒരു വചനമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രാരംഭത്തിൽ തന്നെ ദേവദാസൻ പറഞ്ഞു, യെശയ്യാവ് 30:20. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഈ വചനം എടുത്തപ്പോ ഞാൻ പറഞ്ഞു, കർത്താവ് ഇതിൽ നിന്ന് ഞാൻ എന്താ പറയേണ്ടത്? കർത്താവ് പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാം, ഇരിക്കെ. അപ്പൊ പെട്ടെന്ന് കിട്ടാതെ വരുമ്പോ എനിക്ക് അങ്ങ് ടെൻഷനാ. ഞാൻ അമ്മയോട് വന്നിട്ട് പറഞ്ഞു, അമ്മേ, വചനം ഒന്നും ധ്യാനിച്ചിട്ട് കിട്ടുന്നില്ല, ലഭിക്കുന്നില്ല. അമ്മ പറഞ്ഞു, നീ ഇരിക്കുമ്പോ കർത്താവ് പകർന്നു തരും. ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് രാവിലെയും വരെ ഇരുന്ന് പ്രാർത്ഥിക്കുക. 7 മണി കഴിഞ്ഞു, 8 മണി ആകുന്നു, വചനം അങ്ങോട്ട് വരുന്നില്ല. ഹല്ലേലൂയ. പക്ഷെ തക്ക സമയത്ത് കർത്താവ് കരത്തിൽ ഒരുക്കി തന്നു, ബലപ്പെടുത്തി, ശക്തിപ്പെടുത്തി. അപ്പോഴും എനിക്ക് ഡൗട്ട് ആയിരുന്നു, ഞാൻ ഇത് തന്നെയാണോ പരിശുദ്ധാത്മാവെ പറയേണ്ടത് എന്നുള്ളത്. പക്ഷെ ദൈവദാസന്റെ വായിൽ കൂടി അത് തക്ക സമയത്ത് കർത്താവ് കേൾപ്പിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ ഒരിക്കൽ കൂടി സ്തുതിക്കുന്നു. ആ വചനം കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഒരിക്കൽ കൂടി ആ വചനം വായിക്കാം. യെശയ്യാവ് 30:20. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും. അവിടം വരെയാണ് ദൈവം എനിക്ക് നൽകി തന്ന വചനം എന്ന് പറയുന്നത്. എന്താണ് ഈ കഷ്ടത്തിന്റെ അപ്പം, ഞെരുക്കത്തിന്റെ വെള്ളം എന്ന് പറയുന്നത്? നാം ഓരോരുത്തരും ഇന്ന് കഷ്ടത്തിന്റെ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളാകാം. മരുഭൂമിയുടെ അവസ്ഥ, വരണ്ട അവസ്ഥ. പക്ഷെ കർത്താവ് നമ്മളെ ഒരിക്കലും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ലല്ലോ പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. എത്ര പേര് എന്നോടൊപ്പം ഉണ്ട്? കർത്താവ് ഒരിക്കലും ദോഷത്താൽ നമ്മളെ പരീക്ഷിക്കുന്ന വ്യക്തിയല്ല. പക്ഷേ ഒരു ബുദ്ധിമുട്ടായിട്ട് കയറുമ്പോൾ, മരുഭൂമിയുടെ അവസ്ഥയിൽ നാം ആയിരിക്കുമ്പോൾ, കഷ്ടത്തിന്റെ ഞെരുക്കത്തിന്റെ അവസ്ഥയിലായിരിക്കുമ്പോൾ കർത്താവ് തരുന്ന 2 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനം, വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ്. ഞാൻ ഇതെന്റെ അനുഭവത്തിൽ കൂടി തന്നെയാണ് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് ഒരിക്കലും വീട്ടിലുള്ള ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ വെള്ളം കുടിച്ചോ ഒന്നും കൊണ്ടല്ല ഞാൻ ഇന്നിവിടെ നന്നായിട്ടിരിക്കുന്നത്.
പകരം കഴിഞ്ഞ നാളുകളിൽ വീണു പോണ്ട അവസ്ഥകളും സാഹചര്യങ്ങളും എന്റെ ജീവിതത്തിൽ വന്നപ്പോൾ എന്നെ പിടിച്ചു നിർത്തിയത് ഈ വചനമാണ്. ഹല്ലേലൂയ. അത് യെശയ്യാവിന്റെ പുസ്തകത്തിന്റെ 58:11 ഇപ്രകാരം പറയുന്നുണ്ട്. 58:11, യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പ് അടക്കി. ഹല്ലേലൂയ. ഇന്ന് വരണ്ട അവസ്ഥയാണ്, പക്ഷെ വിശപ്പടക്കുന്നത് എങ്ങനെയാണ്? രാവിലെ കർത്താവ് ഒരു പാലപ്പവും ഗ്രീൻ പീസ് കറിയും തരുമോ? ഇല്ല. കർത്താവ് ഈ വചനമാണ് തരുന്നത് പ്രാർത്ഥനാ മുറിയിൽ. ഹല്ലേലൂയ. നീ നനവുള്ള തോട്ടം പോലെ ആയിരിക്കും. ഹല്ലേലൂയ. ഒരു നീരുറവയായിരിക്കും. ചിലപ്പോൾ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ വരണ്ടുപോയ അവസ്ഥയായിരിക്കാം, വറ്റി നിൽക്കുന്ന അവസ്ഥയായിരിക്കാം, മുന്നോട്ട് പോകുവാൻ ഒരു സാഹചര്യം പോലും ഞാൻ ഇനി കാണുന്നില്ലായിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവിൽ ഞാനൊരു ദൂത് ഓർമ്മിപ്പിക്കാൻ പ്രിയ ദൈവമക്കളെ, ഈ കഷ്ടത്തിന്റെയും ഞെരുക്കത്തിന്റെയും അവസ്ഥയിൽ നിങ്ങൾക്ക് കർത്താവ് വചനം തരുന്നുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ നിങ്ങളോട് ദൈവം ചേർത്ത് നിർത്തുന്നുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിലൊക്കെയും വചനമാണ് എന്നെ ഒരുപാട് ശക്തിപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞു, ജൂലൈ മാസവും ഓഗസ്റ്റ് മാസവും ഒക്കെ ഭയങ്കര പ്രതിസന്ധിയായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയം. പക്ഷെ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു, അദ്ദേഹം ഇന്ന് അമേരിക്കയിലാണ്. ഹല്ലേലൂയ. ആ ദേവദാസൻ എന്നെ എന്നും ശക്തിപ്പെടുത്തും, ബലപ്പെടുത്തും. എനിക്ക് ഈ വചനം അന്ന് അത്രയും അറിയാത്ത വ്യക്തിയായിരുന്നു, വളർന്നു വരുന്നതേ ഉള്ളായിരുന്നു വചനത്തിൽ. ആ ദേവദാസൻ എനിക്ക് പൗലോസിന്റെയും ശൗൽ എന്ന പൗലോസിന്റെ കഥകൾ പറഞ്ഞു തരികയും ഓരോ കാര്യങ്ങൾ പറഞ്ഞു, യോസെഫിന്റെ കാര്യം പറഞ്ഞു തന്ന്, അങ്ങനെ യോബിന്റെ കാര്യം പറഞ്ഞു തന്നു, ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്ന് ദൈവദാസൻ കൃത്യസമയം എന്നെ ബലപ്പെടുത്തും. ഞാൻ വിശ്വസിക്കുന്നു ദൈവം തക്ക സമയത്ത് ആ ദൈവദാസനെ എനിക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചതാണ്. ഹല്ലേലൂയ. പലപ്പോഴും ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയെ കൂടി, സാഹചര്യത്തിൽ കൂടെ കടന്നു പോയിരുന്നു. കാരണം എല്ലാവരുടെ വായിൽ നിന്ന് കേൾക്കുന്ന നിന്ദയും പരിഹാസവും മാത്രമാണ്. ഹല്ലേലൂയ. ഇന്നായിരിക്കുന്ന ഈ മുറിയിൽ പല നാളുകൾ ഞാൻ ഒറ്റപ്പെട്ട് വാവിട്ട് കരഞ്ഞ അവസ്ഥകൾ ഉണ്ടായിരുന്നു എന്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. ഇവിടെ ആരും കേൾക്കാനില്ല. മമ്മിയും പപ്പായും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ പോലും ഞാൻ എന്റെ വേദനകൾ അവരോട് പറയാറില്ലായിരുന്നു ആദ്യത്തെ കാലഘട്ടത്തിൽ. ഹല്ലേലൂയ. പക്ഷെ അവര് പോലും അറിയാതെ എന്റെ ഈ പ്രാർത്ഥനയുടെ ഉൾമുറിയിൽ ദൈവം ഇറങ്ങി വന്ന് എന്നെ ശക്തിപ്പെടുത്തി. അതൊരു പക്ഷെ ചിലപ്പോൾ ഒരു രണ്ടു വരി പാട്ടിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ വചനം തന്ന് നിന്നെ ബലപ്പെടുത്തുന്നതായിരിക്കാം. എന്റെ ഹൃദയത്തിൽ വചനം എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ലായിരുന്നു പ്രിയ ദൈവമക്കളെ. എനിക്ക് വചനം അറിയാത്ത വ്യക്തിയായിരുന്നു. പക്ഷെ ഞാൻ ചിന്തിക്കും, ഒരു വേർഡ് എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കും ഇത് എവിടുന്നാണ് വരുന്നത് എന്നുള്ള ഒരു ചിന്ത എനിക്ക് വരും. ഹല്ലേലൂയ. അപ്പൊ തന്നെ ഞാൻ ഈ മലയാളം ബൈബിൾ ട്രാൻസ്ലേഷൻ എന്റെ ഈ ഫോണിനകത്തുണ്ട്. ഞാൻ അതിനകത്ത് ഈ വാക്ക് അടിച്ചു കൊടുക്കും. അപ്പൊ കർത്താവൻ കൃത്യമായിട്ട് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഏത് പ്രശ്നം കൊണ്ടാണോ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ വിഷമിക്കുന്നത്, വേദനിക്കുന്നത്, കർത്താവ് എനിക്ക് വചനത്തിൽ കൂടെ ഉത്തരമരുളും. ഇന്ന് ഞാൻ ആയിരിക്കുന്ന ഈ നിലകൾ, ഹല്ലേലൂയ, അന്ന് എനിക്ക് കർത്താവ് തന്ന വചനത്തിന്റെ പൂർത്തീകരണമാണ് പ്രിയ ദൈവമക്കളെ ഇന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ ഞാനൊരു ദൂത് ഓർമ്മിപ്പിക്കട്ടെ. വചനം തരുമ്പോൾ അത് ഏറ്റെടുത്ത് ധ്യാനിക്കാനുള്ള ഒരു മനസ്സ് നാം ദൈവസന്നിധിയിൽ കാണിക്കണം. ഹല്ലേലൂയ. അന്ന് എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ഈ വചനം കിട്ടിയെന്നുള്ള സന്തോഷത്തിൽ എഴുതി വെക്കും, പക്ഷെ ഇതെന്താണെന്ന് ദൈവത്തോട് ചോദിക്കത്തുമില്ല, അത് ധ്യാനിക്കത്തുമില്ല. പിന്നീട് കർത്താവിന്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലാക്കി തന്നു. ഹല്ലേലൂയ. സ്തോത്രം. വചനത്തെ നമ്മൾ നിഷേധിക്കരുത്. ഹല്ലേലൂയ. ഒരു ദൈവദാസന് ഒരു ദൂത് പറയുന്നതിനെക്കാട്ടിലും ഉപരി, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിന് സന്തോഷം തരുന്നതാണ് വചനദൂത് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവദാസൻ എപ്പോഴും പറയും, എന്നും വന്ന് ദൂത് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമാണോ? ഹല്ലേലൂയ. ഇന്ന് എന്നോട് ദൂത് പറയുന്നു, നാളെ എന്നോട് ദൂത് പറയുന്നു, മറ്റേനാളും എന്നോട് ദൂത് പറയുന്നു. അപ്പൊ എന്താണ്? നമുക്ക് മടുക്കും. പക്ഷേ ഹല്ലേലൂയ, വചനം എന്നും നിനക്ക് തരുവാണെങ്കിൽ, അല്ലെങ്കിൽ വചനത്തിൽ കൂടെ നിനക്ക് ദൂത് കിട്ടുവാണെങ്കിൽ നിനക്ക് സന്തോഷം. നീ പ്രാർത്ഥനാ മുറിയിൽ കയറുമ്പോൾ നീ ദൈവത്തോട് ചോദിക്കും, കർത്താവെ, ഇന്ന വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്ത് അങ്ങ് എന്നോട് പറഞ്ഞില്ലേ, എസ്തേർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ എടുക്കുവാണെങ്കിൽ ഞാൻ പറയാം. ഹല്ലേലൂയ. അതിൽ കൂടി ഒരു വചന ദൂത് പറയുകയാണെങ്കിൽ അത് നമുക്ക് എന്നും ഓർമ്മയിലും നിൽക്കും, അതെന്നും സന്തോഷമായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഈ വചനത്തിൽ നമ്മൾ ദൈവദാസൻ പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ വചനത്തിൽ വേരൂന്നുക. ഹല്ലേലൂയ. വചനത്തിൽ മാത്രം വേരൂന്നി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വചനം രാപ്പകൽ നമ്മൾ ധ്യാനിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. അന്നേരം എന്താണ് ചെയ്യുന്നത്? ഒരു ആറ്റിരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ നാം ആയിത്തീരും. തക്ക കാലത്ത് ഫലം കായ്ക്കുക മാത്രമല്ല, തക്ക സമയത്ത് നമുക്ക് ദൈവം ഉത്തരം അരുളിത്തരും.
ഹല്ലേലൂയ. അതിനാണ് ഞാൻ എപ്പോഴും പറയുന്നത്, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ കരം പിടിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് നമുക്കുള്ള റൂട്ട് തെളിച്ചു തരുമെന്നുള്ളത്. പിന്നെ നമ്മൾ ഭാവിയെ പറ്റി ഓർത്ത് ചഞ്ചലപ്പെടാം. കഴിഞ്ഞ നാളുകളിലൊക്കെയും ഭാരമായിരുന്നു, എന്തായിത്തീരും, മുന്നോട്ട് എങ്ങനെ പോകും. ഇന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭാരമില്ല. ഹല്ലേലൂയ. ദൈവസന്നിധി വരുമ്പോൾ ഞാൻ കർത്താവിന്റെ മുമ്പിൽ കരയും, വീഴാറുണ്ട്, വിഷമം പറയാറുണ്ട്. ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ മനുഷ്യരുടെ മുൻപിൽ ഒന്നും പറയാൻ പോകണ്ട. ഹല്ലേലൂയ. ഇതേ ബഥേൽ മീഡിയയിൽ നിന്ന് കർത്താവിനെ കേൾപ്പിച്ച ഒരു ദൂതാണ്, തക്ക സമയത്ത് ദൈവം ഉത്തരമരുളും. കഴിഞ്ഞ ദിവസം ദൈവദാസിയിൽ കൂടി കേട്ടതാണ്, തക്ക സമയം. ഹല്ലേലൂയ. അപ്പോൾ ഈ ആൾക്കാരൊക്കെ ചോദിക്കുമ്പോൾ, പണ്ടത്തെ എന്റെ ഒരു അവസ്ഥയായിരുന്നു, എന്തെങ്കിലും കേട്ട് കഴിയുമ്പോൾ ഓടിപ്പോയി കിടന്ന് കരയുക. ഹല്ലേലൂയ. അവർക്ക് ഉത്തരം കൊടുക്കാനില്ല. പക്ഷെ ഇന്ന് എനിക്കറിയാം അവരോട് പറയാൻ, ദൈവം തക്ക സമയത്ത് കരുതിക്കൊള്ളും. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് വേണ്ടി ദൈവം കരുതുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, ദൈവദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ കർത്താവ് വിശ്വസ്തനാണ്. നിങ്ങൾ വിശ്വസ്തയോടെ നിന്നാ മതി, അല്ലെങ്കിൽ നമ്മൾ വിശ്വസ്തയോടെ നിന്നാ മതി. അങ്ങനെങ്കിൽ ഹല്ലേലൂയ, താങ്ങി എഴുന്നേൽപ്പിച്ച ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം. വചനം കൊടുത്ത് ഹല്ലേലൂയ ദൈവം ആശ്വാസം പകർന്നു നൽകിയ ഒരു വ്യക്തിയെ പറ്റി നമുക്ക് പരിചയപ്പെടാം. ആ വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഉൽപ്പത്തി പുസ്തകം 16 അധ്യായം 8 വാക്യം. ഉൽപ്പത്തി പുസ്തകം 16:8. അതിൽ ഇപ്രകാരമാണ് കാണാൻ സാധിക്കുന്നത്, സാറ ഹാഗാറിനോട് കാഠിന്യം കാണിച്ചപ്പോൾ, മലയാളത്തിൽ ഇപ്പൊ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പോര് കാണിച്ചപ്പോൾ, ഹല്ലേലൂയ, കാഠിന്യം കാണിച്ചപ്പോൾ ആ വീട് വിട്ട് ഇറങ്ങി ഓടി. ഹല്ലേലൂയ. ഇന്നായിരിക്കുന്ന സ്ഥാനത്ത് ഞാൻ പറയട്ടെ പ്രിയ ദൈവമക്കളെ, എത്ര കാഠിന്യം കൂടി വന്നാലും ഹല്ലേലൂയ നിങ്ങൾ ആത്മാവിൽ പിടിച്ചു നിന്നേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ആത്മാവിൽ മുന്നോട്ട് ജീവിച്ചേ മതിയാകത്തുള്ളൂ. തക്ക സമയത്ത് ദൈവം തന്നെ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതേ സമയം ഞാനൊരു പ്രൊജക്ട് 3 മാസം ചെയ്തായിരുന്നു തിരുവനന്തപുരത്ത്. അവിടെ ഭയങ്കര സ്ട്രഗിൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. നല്ല ഭക്ഷണമില്ല, നല്ല കിടപ്പാടമില്ല. ഒരു സിറ്റി അല്ലാത്ത ഒരു ദേശമാണ് തോന്നയ്ക്കൽ. അറിയാവുന്നവർക്ക് മനസ്സിലാവും. അതൊരു സിറ്റി അല്ല. ഒരു ആവശ്യങ്ങൾക്ക് നമുക്കൊന്ന് പോകാനോ എടുക്കാനോ ഒന്നും തന്നെ ഇല്ല. തന്നെയുമല്ല, സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ പോലും കഴിയത്തില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഞങ്ങൾക്ക് അത്രയും പ്രഷറുണ്ട്. പ്രൊജക്ട് വർക്ക് ചെയ്യുവാണ്, റിസർച്ച് ചെയ്യുവാണ് ഞങ്ങളവിടെ. ഹല്ലേലൂയ. അവിടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഒരുപാട് വ്യതകളിൽ കൂടി ഞാൻ കടന്നുപോയി. അതിന്റെ ഇടയ്ക്ക് ഞാൻ സ്റ്റേഴ്സ് ഇറങ്ങുന്നതിന്റെ സമയത്ത് വീഴുകയും കൂടെ ചെയ്തായിരുന്നു ഇരുട്ടത്ത്. ഹല്ലേലൂയ. എന്റെ കയ്യ് ഒരു ചെറിയ ഒരു ചതവ് വന്ന് ബെൽറ്റ് ഒക്കെ ഇടേണ്ട ഒരു അവസ്ഥയിൽ കൂടി കടന്നുപോയി. അന്നേരം ഒക്കെ ഞാൻ ദൈവത്തോട് കുറുകുറുക്കുമായിരുന്നു, കർത്താവേ, ഇത്രയും ദൈവത്തെ വിളിച്ചിട്ട് എനിക്ക് മാത്രം എന്താണ് ഈ അവസ്ഥ കിട്ടുന്നത്? ഹല്ലേലൂയ. എന്റെ കൂടെയുള്ള കൂട്ടുകാരാണെങ്കിൽ വചനം ജസ്റ്റ് എടുത്തൊന്ന് വായിക്കും. ഞങ്ങൾക്കെല്ലാം കാണാം, ഞങ്ങൾ എല്ലാവരും ഒരു മുറിയിലാണ്, ഒന്ന് ജസ്റ്റ് എടുത്ത് വായിക്കുന്നു. പക്ഷെ അവർക്ക് മാത്രം ഒരു കുഴപ്പവും ഇല്ലല്ലോ, എനിക്ക് മാത്രം ഇങ്ങനെ പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പലപ്പോഴും ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. എന്റെ വിഷമങ്ങളെല്ലാം കുറെയൊക്കെ ഞാൻ ഉള്ളിൽ ഒതുക്കും, കുറച്ച് മാത്രം ഞാൻ എന്റെ മാതാവിനെ വിളിച്ചു പറയും. അന്നേരം അമ്മ പറയും, ഈ പ്രതിസന്ധിയിൽ ദൈവത്തോട് പിറുപിറുക്കാതെ ഹല്ലേലൂയ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാണെങ്കിൽ തക്ക സമയമാകുമ്പോൾ നിനക്ക് മറുപടി ദൈവം തന്നോളുമെന്ന്. ഹല്ലേലൂയ. അന്നൊക്കെ ഒരുപാട് ഭാരത്തിൽ കൂടി വേദനയിൽ കൂടിയും കടന്നുപോയി. 3 മാസം പ്രൊജക്ട് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ കോളേജിൽ പ്രസന്റ് ചെയ്യേണ്ട സമയം വന്നു. അത്ഭുതം എന്ന് പറയട്ടെ, പരിശുദ്ധാത്മാവിടെ ഇറങ്ങി പ്രവർത്തിച്ചു. എല്ലാ വ്യക്തികളെക്കാട്ടിലും, ഞങ്ങൾ 18 കുട്ടികളുണ്ട്, അവരെക്കാട്ടിലും ഏറ്റവും ഉന്നതമായിട്ട് പ്രൊജക്ട് പ്രസന്റ് ചെയ്യാനും കോഴ്സ് വൈബ് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ തീരുവാനും കർത്താവ് എന്നെ സഹായിച്ചു. എനിക്ക് മാത്രം വളരെ സന്തോഷമായിരുന്നു ലാസ്റ്റ് മൊമെന്റിൽ എത്തിയപ്പോ. എന്തുകൊണ്ടാ പ്രിയ ദൈവമക്കളെ, പ്രാരംഭത്തിൽ ഒരുപാട് കാഠിന്യമായ അവസ്ഥയിൽ കൂടി കടന്നുപോയി. ഹല്ലേലൂയ. അവിടെ എല്ലാം പിടിച്ചു നിന്നു, അവിടെ എല്ലാം വേദനയോടാണെങ്കിലും പിടിച്ചു നിന്നു. അറിയാം പ്രിയ ദൈവമക്കളെ, ആത്മാവിനൊരു ദൂത് പറയുകയാണ്, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സിറ്റുവേഷൻസ് വളരെ ഹല്ലേലൂയ മോശമായിട്ടുള്ളതായിരിക്കാം, പക്ഷെ പിടിച്ചു നിൽക്കണം. ഈ കാഠിന്യ അവസ്ഥയിൽ പിടിച്ചു നിൽക്കണം. നിങ്ങൾക്ക് മനുഷ്യരാരും കൂട്ട് കാണത്തില്ല. ഹല്ലേലൂയ. ചേർത്ത് നിൽക്കാന്, തോളത്തൊന്ന് തലോടാന് തട്ടാന് ഒരു വ്യക്തികൾ പോലും കാണത്തില്ല. പക്ഷെ
പക്ഷെ നിന്റെ ഈ മരുഭൂമിയുടെ അവസ്ഥയിൽ, നിന്റെ ഈ വരൾച്ചയുടെ അവസ്ഥയിൽ ഹല്ലേലൂയ നിന്നെ പേര് ചൊല്ലി വിളിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ ശക്തനാക്കുവാൻ, ഹല്ലേലൂയ നിന്നെ ശക്തിയോടെ മുന്നോട്ട് ജീവിക്കുവാൻ, നടത്തുവാൻ ഹല്ലേലൂയ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആകയാൽ ഇന്ന് പകൽ വിശ്വസിക്കുക, കർത്താവ് എന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ കാണുന്ന പ്രതിസന്ധിയിലൊന്നും ഞാൻ തളർന്നു പോകത്തില്ല. ഹല്ലേലൂയ. കുറെ ദൂരം ഓടിപ്പോയി കാണും ഹാഗാർ എന്ന് പറയുന്ന വ്യക്തി. സാറ പറഞ്ഞു, അബ്രഹാമിനോട് പറഞ്ഞു, ഹല്ലേലൂയ ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേര്. ഞാൻ എന്റെ ഭാഷയിൽ പറയും, ഇവിടെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേര്. ഇവളൊരു ദാസിയാണ്. ഹല്ലേലൂയ. അവളുടെ കണ്ണിന് ഞാനിപ്പൊ നിന്ദതയായിട്ട് തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വചനം ധ്യാനിക്കാനിരുന്നപ്പോ ചിന്തിച്ചു, ഹാഗാറിന് അങ്ങനെ ചിന്ത പോലും തോന്നിക്കാണത്തില്ല. ഉണ്ടല്ലോ, നമ്മളെക്കാട്ടിലും വേറൊരാളൊന്ന് മികച്ചു നിൽക്കുമ്പോ നമുക്കങ്ങ് തോന്നലുകളാ. ഹല്ലേലൂയ. നമുക്ക് ചെയ്യാൻ കഴിയാത്തത് അവര് ചെയ്യുമ്പോ നമുക്ക് പിന്നെ അങ്ങോട്ട് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം സംശയവും തോന്നലുകളുമാണ്. പക്ഷെ അവൾ എന്ത് ചെയ്തു? അവിടെ നിൽക്കാൻ പോലും കൂട്ടാക്കിയില്ല. അവിടുന്ന് ദൂരേക്ക് ഓടിപ്പോയി. ഇന്ന് പ്രാർത്ഥനാ മുറിയിൽ ഈ വചനം ധ്യാനിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ അവിടെ കണ്ടു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ഓടി ഓടി പോകുന്ന ഒരു സാഹചര്യം. ഹല്ലേലൂയ, എങ്ങോട്ടാണെന്ന് പോലും ആ വ്യക്തിക്ക് അറിയത്തില്ല. അവൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് ഒരു നീരുറവിന്റെ അരികെ, ഹല്ലേലൂയ, ശൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിന്റെ അരികത്ത് വെച്ച് തന്നെ അവളെ കണ്ടു. ആര് കണ്ടു? ദൂതൻ കണ്ടു. എവിടെ വെച്ച് കണ്ടു പ്രിയ ദൈവമക്കളെ? മരുഭൂമിയിൽ വെച്ച്. ഇന്ന് മരുഭൂമിയിൽ പ്രതിസന്ധികളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഇവിടെ നമ്മളെ കാണാൻ ആരും കാണത്തില്ല. ഒരു വ്യക്തികൾ പോലും കാണത്തില്ല. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ ഉള്ളറയിൽ ഇരുന്ന് കരയുന്നത്, വാവിട്ട് നിലവിളിക്കുന്നത്, ഹല്ലേലൂയാ സ്തോത്രം, കർത്താവിനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കരയുന്നത് കാണുവാൻ ഒരു വ്യക്തികൾ പോലും കാണത്തില്ല. പക്ഷെ കാണുന്ന ഒരു ദൈവമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ എന്നോട് ഓരോ വ്യക്തികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ അത്ര പ്രസംഗികയൊന്നും അല്ലല്ലോ, എന്നെ ആർക്കെങ്കിലും അറിയാമോ, അല്ലെങ്കിൽ എത്തിപ്പെടാൻ ചാൻസ് ഇല്ല, വീണു പോകത്തേ ഉള്ളെന്നൊക്കെ പലരും പറയും. പക്ഷെ പ്രിയ ദൈവമക്കളെ, ഇതൊക്കെ കേട്ടതിന് ഞാൻ ഉത്തരം കൊടുക്കാൻ പോയില്ല. ഹല്ലേലൂയ. ഇതൊക്കെ കേട്ടതിന് ഞാൻ ഉത്തരം കൊടുക്കാൻ പോകാഞ്ഞതുകൊണ്ട് എന്റെ ദൈവം ഇന്നും എന്നെ അതിശക്തമായി നടത്തുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ചിലയിടത്തും മിണ്ടാതെ ഇരുന്നാൽ മതി. ഹല്ലേലൂയ. മിണ്ടാതെ ഇരുന്ന് ഞാൻ യഹോവയെ അറിഞ്ഞുകൊള്ളുവിൻ. ഹല്ലേലൂയ. ചിലയിടത്ത് ചിലപ്പം ടെൻഡൻസി വരും, ടെമിറ്റേഷൻ വരും, എനിക്ക് പറയണം, തിരിച്ചു പറയണം എന്നുള്ളത്. പക്ഷെ പരിശുദ്ധാത്മാവിന് ആരോടൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്, മിണ്ടാതെ ഇരിക്കണം. ഹല്ലേലൂയ. തക്ക സമയത്ത് നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ ഹാഗാറിനെ കണ്ടത് മരുഭൂമിയിൽ വെച്ച. ഈ മരുഭൂമിയിൽ ഒരു നീരുറവയുണ്ട്. ഇംഗ്ലീഷിൽ അതിൽ ഇപ്രകാരമാണ് പറയുന്നത്, സ്പ്രിംഗ് ഓഫ് വാട്ടർ ഇൻ ദ വിൽഡർനെസ്. ഹല്ലേലൂയ. മരുഭൂമിയിൽ എങ്ങനെ പ്രിയ ദൈവമക്കളെ നീരുറവ വരും? ഹല്ലേലൂയ. സാധ്യതകളില്ലാത്തടത്ത് സാധ്യത ഉണ്ടാക്കി തരാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, ഇല്ലാത്തതിനെ ഉളവാക്കി തരുവാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. എന്നാൽ ഇന്ന് പൂർണ്ണമായിട്ടൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് പലരും പ്രസംഗിക്കുമ്പോ പ്രസംഗിച്ചു പോകും. ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണ്, കുറ്റം പറയുകയല്ല. ഇന്ന് പലരും പ്രസംഗിക്കുമ്പം അതിശക്തമായിട്ട് പ്രസംഗിക്കും, പക്ഷെ പ്രവൃത്തിയിൽ വരുമ്പോൾ വിശ്വാസമില്ല. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമായിരിക്കാം. പക്ഷെ നിന്റെ പ്രവൃത്തിയിൽ നിനക്ക് വിശ്വാസമുണ്ടോ? ദൈവം എനിക്ക് വേണ്ടി കരുതും, ദൈവം എനിക്ക് വേണ്ടി നോക്കിക്കൊള്ളും, എന്റെ തലമുറയ്ക്ക് തക്ക സമയത്ത് തുണയെ ദൈവം കരുതിക്കൊള്ളുമെന്ന് എത്ര മാതാപിതാക്കൾക്ക് ഇന്ന് പറയാൻ സാധിക്കും? ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ നോക്കാൻ പോകണ്ട പ്രിയ ദൈവമക്കളെ, ദൈവം കരുതിക്കൊള്ളും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങൾക്കത് പറഞ്ഞു തരും, ദൈവം നിങ്ങൾക്കത് കാണിച്ചു തരും. ഹല്ലേലൂയ. ഇന്ന് പലരും ദൈവത്തിനോട് അവിശ്വാസം കാണിച്ചിട്ട് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ പറയുന്നു, നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നെന്ന് പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കും.
പക്ഷെ ഈ ശബ്ദത്തെ ഇന്ന് എല്ലാവരും, പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തെ ഇന്ന് എല്ലാവരും പുറകിലേക്കാക്കി കളയുക. എന്നിട്ട് എന്റെ ചിന്ത, ഞാൻ നോക്കിയത്, ഞാൻ ഏറ്റെടുത്തതെല്ലാം നടക്കട്ടെ. ഹല്ലേലൂയ. പിന്നെ എല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴായിരിക്കും നിലവിളിക്കുന്നത്, കരയുന്നത്. അവസ്ഥകൾ ഞാൻ വിചാരിച്ചതുപോലെ വന്നില്ല, സാഹചര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ വന്നില്ല. എന്തുകൊണ്ടാണ് പ്രിയ ദൈവമക്കളെ? ഇന്നൊരു ഡിസിഷൻ എടുക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. എന്റെ ദൈവം എന്റെ കുഞ്ഞിന്റെ ഭാവിക്ക് വേണ്ടി കരുതും, എനിക്ക് വേണ്ടി കരുതും, എന്റെ കുടുംബത്തിന് വേണ്ടി കരുതും. എന്നെ എന്റെ തലമുറ ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും, നിന്ദിച്ച് പഴി പറഞ്ഞ് ദുഷിച്ചിട്ടാലും എന്റെ ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. അബ്രഹാം പോലും അവിടെ കൈമലർത്തി. അബ്രഹാം സാറായോട് പറഞ്ഞു, നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളെ. ഹല്ലേലൂയ. പലപ്പോഴും കൂട്ടം കൂടി നിന്ന് ആക്രമിക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോയേക്കാം. കൂട്ടം കൂടി ആക്രമിക്കാൻ എല്ലാവർക്കും വലിയ ഇൻട്രസ്റ്റാ. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്ന് പറയാൻ ആർക്കും താല്പര്യവുമില്ല, അതിനുള്ള ഒരു ഇതുമില്ല. ഹല്ലേലൂയ. ധൈര്യമില്ല. പക്ഷെ ഒറ്റപ്പെടുന്നവന്റെ കൂടെയാണ് എപ്പോഴും ദൈവമുള്ളത്. ഹല്ലേലൂയ. ഒറ്റപ്പെടുന്നവന്റെ കൂടെ, അല്ലെങ്കിൽ പ്രതികരണ ശേഷി ഇല്ലാത്തവന്റെ കൂടെ. അവനൊന്നും പറയാൻ പോകത്തില്ല, അല്ലെങ്കിൽ ആ വ്യക്തി ഒന്നും പറയാൻ പോകത്തില്ല. ഞാൻ എപ്പോഴും കേൾക്കുന്നത് പോലെ മിണ്ടാതിരിക്കുന്നവരെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. കാരണം എന്താണെന്നറിയാവോ? അവർക്ക് വേണ്ടി ദൈവമാണ് സംസാരിക്കുന്നത്. തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നവരെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ വ്യക്തി റിപ്ലൈ കൊടുത്തു കഴിഞ്ഞു, പിന്നെ ഇനി ദൈവത്തിന് അവിടെ റോളില്ല. ഹാഗാർ ഒന്നും മിണ്ടിയില്ല, റിപ്ലൈ കൊടുക്കാനോ തിരിച്ചു തർക്കുത്തരം പറയാനോ ഒന്നും നിന്നില്ല. ഹാഗാർ ദൂരേക്ക് ഓടിപ്പോയി. പക്ഷെ അവളെ കണ്ട ഒരു ദൈവമുണ്ട്. പ്രിയ ദൈവമക്കളെ, മരുഭൂമിയുടെ അവസ്ഥയായിക്കോട്ടെ, നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ ഈ മരുഭൂമിയിൽ ഹാഗാറിന് വേണ്ടി ദൈവം നീരുറവ ഒരുക്കി വെച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലെ? പലപ്പോഴും ഈ മരുഭൂമിയുടെ സ്ഥലത്തേക്ക്, കഷ്ടതയുടെ സ്ഥലത്തേക്ക് നമ്മളെ കയറ്റുന്നതിന് മുമ്പേ കർത്താവ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മളെ കയറ്റുന്നത്. പക്ഷെ നമ്മൾ അത് കാണുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് താമസിച്ചാണത് മനസ്സിലായി വരുന്നത്. ഇന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുക, സിസ്റ്ററിനെ പറ്റിയിട്ടുള്ള പദ്ധതി എന്തുവാണെന്ന് സിസ്റ്ററിന് അറിയാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, കർത്താവ് ഒരു 50% റിവീൽ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ജൂലൈ മാസവും ഓഗസ്റ്റ് മാസവും സെപ്റ്റംബറിലും ഒക്ടോബറിലും ഒക്കെ വന്നിരിക്കുമ്പം എനിക്ക് ഫുൾ കൺഫ്യൂഷനാണ്. വചനം തരുന്നുണ്ട്, അത് ഏറ്റെടുക്കുന്നില്ല, അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഏറ്റെടുക്കുന്നില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയരെ, ഇവിടുന്ന് ഞാൻ പ്രാരംഭത്തിൽ ഒരു ദൂത് പറയുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കാം, പക്ഷെ അതുപോലെ തന്നെ വചനത്തിനും സ്ഥാനം കൊടുക്കണം. ഹല്ലേലൂയ. വചനം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. ആദിയിൽ വചനം ഉണ്ടായി, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. കഴിഞ്ഞ ദിവസം കർത്താവിനെ പഠിപ്പിച്ച ഒരു ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ഈ രാവിലെ നേരത്തെ എഴുന്നേക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഈ നേരത്തെ എഴുന്നേക്കുന്ന സമയം അലാം വേണ്ട. കർത്താവ് എന്നെ തട്ടി വിളിക്കും, പെട്ടെന്ന് ഞാൻ എഴുന്നേൽക്കും, പ്രാർത്ഥിക്കാനിരിക്കും, മുഖമൊക്കെ കഴുകി വന്ന് പ്രാർത്ഥിക്കാനിരിക്കും. പക്ഷെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയി പോയി കഴിഞ്ഞിട്ട് ഒരു ജൂൺ മാസത്തില് 3-ാമത്തെ ആഴ്ച ഇതൊന്ന് ബ്രേക്കായി. അലാം വെച്ചിട്ട് പോലും എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, ഇപ്പൊ ശരിയാകും, 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു, 5-ാമത്തെ ദിവസമായപ്പോ ഞാൻ ബൈബിളും ഒരു ചെറിയൊരു നോട്ട് പാഡും പെന്നും എടുത്തോണ്ട് വന്ന് ഈ സന്നിധിയിൽ വിരിച്ച് താഴെ. എന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവ് എന്നോടൊന്ന് സംസാരിക്കും. എനിക്കെന്താ നേരത്തെ എഴുന്നേൽക്കാൻ കഴിയാത്തത്? എനിക്കെന്താ വേണ്ടുവണ്ണം പ്രാർത്ഥിക്കാൻ കഴിയാത്തത്? ഹല്ലേലൂയ. കർത്താവ് എന്നോട് താമസിച്ചൊരു ഉത്തരം എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, ഒരു ചോദ്യം എന്നോട് ചോദിച്ചു. അത് ഇപ്രകാരമായിരുന്നു: വചനം നീ വായിക്കുന്നുണ്ടോ? വചനം നീ ധ്യാനിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്. 1 മണിക്കൂർ, 3/4 മണിക്കൂർ. കർത്താവ് പറഞ്ഞു, അത്രയും അല്ല മോളെ ഇരിക്കേണ്ടത്, സമയം കൂട്ടണം. ഹല്ലേലൂയ, സ്തോത്രം. സമയം കൂട്ടണം. 5 മണിക്കൂർ ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, 1 മണിക്കൂറായിരിക്കും വചനത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. പ്രാർത്ഥനയോടൊപ്പം തന്നെ നീ നിന്റെ വചന വായനയിൽ
വചനം ധ്യാനിക്കുന്നതും കൊണ്ടുപോവുക. ഇന്ന് അനേകർ പട്ടുപോകുന്നുണ്ട്, അനേകർ വീണു പോകുന്നുണ്ട്, അനേകർക്ക് ഇന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് പ്രിയ ദൈവമക്കളെ? അടിസ്ഥാനം വചനത്തിൽ അല്ലാത്തത് കൊണ്ട് അവർക്ക് നിലനിൽക്കാൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവിൽ ഒരു ദൂതോർമ്മിപ്പിക്കട്ടെ. ഹല്ലേലൂയ. വചനത്തിൽ അടിസ്ഥാനമിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ എത്ര തന്നെ കൊടുങ്കാറ്റും പ്രതിസന്ധികളും നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും അതൊന്നും നിങ്ങളെ തകർത്ത് കളയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ഒരുപക്ഷെ വചനം വായന കുറവായിരിക്കാം, ധ്യാനിച്ചത് കുറവായിരിക്കാം, മറ്റുള്ളവരോട് ഷെയർ ചെയ്തത് കുറവായിരിക്കാം. എന്നാൽ ഇന്നൊന്ന് തിരിച്ചു വരാമോ? ദൈവത്തോട് ക്ഷമ ചോദിക്കാമോ? കർത്താവേ, എനിക്കൊരബദ്ധം പറ്റി. ഹല്ലേലൂയ. പ്രാർത്ഥനയോടൊപ്പം തന്നെ ഞാൻ എന്റെ വചന ധ്യാനം കൊണ്ടുപോയില്ല. ഹല്ലേലൂയ, സ്തോത്രം. വചനം വായിച്ചില്ല കർത്താവെ, വേണ്ടും വണ്ണം. മടങ്ങി വരണം പ്രിയ ദൈവമക്കളെ. ദൈവത്തോട് ക്ഷമ ചോദിക്കണം. വേഗത്തിൽ നമുക്ക് തിരിച്ചു വരാം. പിന്നീട് താഴെ കാണുന്നത് സാറായിയുടെ ദാസിയായ ഹാഗാറെ എന്ന് ദൈവം വിളിക്കുകയാണ്. എന്താ അല്ലേ? എത്ര കൃത്യമായിട്ടാണ് അവളുടെ പേര് പറഞ്ഞത്. ഇതുപോലൊരു ദൈവത്തെ നമുക്ക് എവിടെ കിട്ടും? എടി കൊച്ചേന്നോ അല്ലെങ്കിൽ കൈകൊട്ടിയോ ഒന്നുമല്ല വിളിച്ചത്. അവളുടെ യജമാനത്തിയുടെ പേരും അവിടെ റിവീൽ ചെയ്തു, ഹാഗാറിന്റെ പേരും അവിടെ റിവീൽ ചെയ്തു. നീ എവിടെ നിന്ന് വരുന്നു, നീ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിന് ഉത്തരം അവൾ കൊടുത്തു, പക്ഷെ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിന് ഉത്തരം അവൾ കൊടുത്തില്ല. ഞാൻ എൻ്റെ യജമാനത്തിയെ വിട്ട് ഓടിപ്പോകുന്നു. കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്ത നന്മകൾ, ഹല്ലേലൂയ, ഒരുപാട് വാതോരാതെ പറഞ്ഞ വ്യക്തികളായിരിക്കാം നമ്മളിൽ പലരും. പക്ഷെ ഇന്ന് ലൈഫിൽ അതൊന്നും കാണുന്നില്ല. ഇന്ന് ബ്ലോക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് എവിടെങ്കിലും സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ വാ തുറന്നു പറ, എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി തക്ക സമയത്ത് ദൈവം കരുതുമെന്ന്. ഹല്ലേലൂയ. നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? കർത്താവെ, എന്റെ സമയത്തിന് വേണ്ട, അങ്ങയുടെ സമയത്തിനു മതി. അതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള സമയം. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില നന്മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പം ഞാൻ ആഗ്രഹിച്ചു, കർത്താവെ, ഇതൊന്ന് വേഗത്തിൽ നടന്നിരുന്നെങ്കിൽ. അപ്പൊ എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയൊരു ചിന്തയാണ്, നീ എന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്ക്. ഹല്ലേലൂയ. പലരും നോക്കി പറയുമായിരിക്കും, ഇതുവരെ ഒന്നും ആയില്ലേ? ഹല്ലേലൂയ, സ്തോത്രം. എത്ര നാൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു? കഴിഞ്ഞ നാളുകളിലെ വിഷയം ഇതുവരെ മാറിയിട്ടില്ലേ? പറയുന്നവരവിടെ പറഞ്ഞോട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. വാ തുറന്നു പറ. വിശ്വാസത്തിന്റെ വാക്കുകൾ ഭവനത്തിൽ മുഴങ്ങട്ടെ. ഹല്ലേലൂയ. തന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ നാവ് ഹല്ലേലൂയ ചിലതിനെയൊക്കെ ചലിപ്പിക്കട്ടെ. നാവ് കൊണ്ട് പറഞ്ഞോണ്ടിരിക്കുക, എന്റെ ദൈവം എനിക്ക് വേണ്ടി തക്ക സമയത്ത് കരുതും. എന്റെ ഭവനത്തിൽ ദൈവം തക്ക സമയത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ചിലപ്പം നാളെ ഒരുപക്ഷെ പോകേണ്ട കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ചില ഫയലുകളൊക്കെ എനിക്ക് വേണ്ടി എഴുന്നേൽക്കുമോ എന്നുള്ള ചിന്തകൾ തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ചിന്തിക്കുക, തക്ക സമയത്ത് എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുമെന്ന്. വിശ്വാസത്തിന്റെ ചുവട് ഞാൻ കഴിഞ്ഞ നാളുകളിൽ എടുത്തു വെച്ചതാണല്ലോ ദൈവമേ. ഇനി എനിക്ക് ഭയമാണ് മുന്നോട്ട് പോകുവാൻ. ഹല്ലേലൂയ. അന്നേരമൊക്കെ വിശ്വസിച്ചപ്പോഴും ഞാൻ മടുത്തുപോയി കർത്താവെ, ഒരു നന്മയും ഞാൻ കണ്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വീണു പോകുന്നു കർത്താവെ, ഞാൻ പതറിപ്പോകുന്നു. വിശ്വാസം കുറവാണെങ്കിൽ ദൈവത്തിനോട് പറ, എന്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമെന്ന്. തക്ക സമയത്ത് എനിക്ക് വേണ്ടി ഉത്തരം അരുളണമെന്ന്. അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറയും, 25 വർഷം കാത്തിരുന്നിട്ട് എനിക്ക് കിട്ടിയ തലമുറയാണ് സിസ്റ്ററെ ഹല്ലേലൂയ എന്റെ ഇസഹാക്ക് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവനെ ദൈവം യാഗമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തക്ക സമയത്ത് അതിൽ നിന്ന് വിടുവിക്കാൻ ദൈവം വിശ്വസ്തനാണ്. അബ്രഹാമിന് ഒരു ഉറപ്പുണ്ടായിരുന്നു. അബ്രഹാമിനോട് ഇസഹാക്ക് പറഞ്ഞു, അപ്പാ, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുറ്റൻ എവിടെയെന്ന്. അബ്രഹാം ഒരു വാക്ക് പറഞ്ഞു, മോനെ, ദൈവം കരുതിക്കൊള്ളുമെന്ന്. ഇന്ന് നിങ്ങളുടെ തലമുറയോട് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഹല്ലേലൂയ, മോനെ, മോളെ, ദൈവം കരുതിക്കൊള്ളുമെന്ന്. അമ്മയുടെ കയ്യിൽ സാഹചര്യമില്ല, പപ്പായുടെ കയ്യിൽ സാഹചര്യമില്ല. ഹല്ലേലൂയ, സ്തോത്രം. വരണ്ട അവസ്ഥയാണ്. മോൻ ദൈവത്തോട് പറ, മോള് ദൈവത്തോട് പറ, നിന്റെ സ്വർഗത്തിലെ അപ്പച്ചൻ നിനക്ക് കാര്യം സാധിപ്പിച്ചു തരും എന്ന് നിങ്ങളൊന്ന് കുഞ്ഞുങ്ങളോട് പറഞ്ഞു നോക്കിക്കേ. ഹല്ലേലൂയ, സ്തോത്രം. തക്ക സമയത്ത് ഒരു ദൈവപ്രവൃത്തി നടക്കും. അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറയും, സിസ്റ്ററെ, ഞാനും കുഞ്ഞും ഒന്നിച്ചു നടന്നു. ഹല്ലേലൂയ. കർത്താവ് കൽപ്പിച്ച സ്ഥലത്ത് ഞങ്ങൾ എത്തി, യാഗപീഠം പണിതു, വിറക് അടുക്കി, ഇസഹാക്കിനെ കെട്ടി, യാഗപീഠത്തിന്റെ മേൽ വിറകിന്റെ മേൽ കിടത്തി, കൈ നീട്ടി കത്തി അറുക്കാൻ വേണ്ടിയിട്ട് എടുത്തു.
ഇതിനു മുമ്പേ വരെ ഒന്നും ദൈവം പ്രവർത്തിച്ചില്ല. പക്ഷെ എപ്പം പ്രവർത്തിച്ചു പ്രിയ ദൈവമക്കളെ? തക്ക സമയമായപ്പോൾ, ആ ലാസ്റ്റ് മൊമെന്റിൽ ദൈവം പ്രവർത്തിച്ചു. ഇന്ന് ആത്മാവിൽ എത്ര പേർക്ക് ഈ ദൂത് ഏറ്റെടുക്കാം? ഹല്ലേലൂയ. തക്ക സമയമാകുമ്പോൾ, പിന്നെയും പരിശുദ്ധാത്മാവ് അതാണ് ഓർമ്മിപ്പിക്കുന്നത്. തക്ക സമയമാകുമ്പോൾ എന്റെ ഭവനത്തിൽ ഹല്ലേലൂയ ഒരു ദൈവ പ്രവൃത്തി നടക്കും. ആകയാൽ ഞാൻ എന്തു ചെയ്യേണ്ടു? ഹാഗാറിനോട് പറഞ്ഞു, നീ നിന്റെ യജമാനത്തിക്ക് ചെന്ന് കീഴടങ്ങണം പ്രിയ ദൈവമക്കളെ. ഈ മരുഭൂമി യാത്ര അല്ലെങ്കിൽ ഈ മരുഭൂമി ജീവിതം, കഷ്ടത്തിന്റെ അവസ്ഥ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ എപ്പ പുറത്തെടുക്കണമെന്ന് കർത്താവിനറിയാം. ഏറ്റെടുക്കുന്നവർ ഏറ്റെടുത്തോ. ഇത് എന്നോടും കൂടെയുള്ള ദൂതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. തക്ക സമയത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. പക്ഷെ കീഴടങ്ങിയിരിക്കണം. ഈ മരുഭൂമിയുടെ അവസ്ഥ എന്ന് മാറുമെന്ന് പറഞ്ഞ് അതിൽ പിറുപിറുത്തിരിക്കാനല്ല, പിന്നെയും നിങ്ങളുടെ വർഷങ്ങൾ ദീർഘമാക്കി തരുത്തതേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം. കർത്താവെ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ കീഴടങ്ങുന്നു. മറിയ കീഴടങ്ങിയതുപോലെ, ഹല്ലേലൂയ സ്തോത്രം, മനോഹയും കുടുംബവും കീഴടങ്ങിയതുപോലെ, ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ കീഴടങ്ങണം. ഹല്ലേലൂയ. പക്ഷെ ധൃതി നമുക്ക് എല്ലാവർക്കും വരും പ്രിയ ദൈവമക്കളെ, അത് സ്വാഭാവികം. ഈ പ്രസംഗിക്കുന്ന എനിക്കും വരും ധൃതി. പക്ഷെ നിങ്ങൾ ദൈവത്തോട് പറ, അപ്പാ എനിക്ക് നിൽക്കാൻ സഹിഷ്ണുതയില്ല, സഹിഷ്ണുത തരാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എന്റെ വിശ്വാസത്തെ ഒന്ന് കൂട്ടിത്തരാൻ പ്രാർത്ഥിക്കുക. അങ്ങനെങ്കിൽ നിങ്ങൾക്ക് ദൈവപ്രവൃത്തി കാണുവാൻ സാധിക്കും. കീഴടങ്ങാൻ പറഞ്ഞപ്പോൾ ഹാഗാർ ഒരുപക്ഷെ പറഞ്ഞു കാണും, വേദപുസ്തകത്തിലില്ല, അങ്ങ് പറയുന്നത് പോലെ ഞാൻ ചെയ്തു കൊള്ളാമെന്ന്. ഞാൻ എൻ്റെ ഒരു ചിന്ത പറയുക, അങ്ങ് പറയുന്നത് പോലെ ഞാൻ ചെയ്തു കൊള്ളാം, ഞാൻ തിരിച്ചു പൊക്കോളാം. അപ്പോൾ എന്താണ്? ദൂതൻ അവിടെ റിവീൽ ചെയ്തു തലമുറയെ പറ്റി. എന്ത് പേരിടണം, എങ്ങനെ ആയിരിക്കണം, അവന്റെ ജാതി എല്ലാം റിവീൽ ചെയ്യുക. അവൻ വലിയവനാകും. പ്രിയ ദൈവമക്കളെ, തലമുറയെ പറ്റിയിട്ടുള്ള ദൂത്, തലമുറയുടെ ഭാവിയെ പറ്റിയിട്ടുള്ള ആലോചന ചില മാതാപിതാക്കളുടെ മേൽ ഈ ദിവസം വിശ്വസിച്ചേറ്റെടുത്തോ, പരിശുദ്ധാത്മാവ് കൈമാറും. ആകയാൽ നിങ്ങൾ ദൈവസന്നിധിയിൽ കീഴടങ്ങിയിരിക്കുകയാണെങ്കിൽ കർത്താവ് തന്നെ നിങ്ങൾക്കത് റിവീൽ ചെയ്തു തരും. ഒരു ദൈവദാസന്റെയും അടുക്കൽ പോകണ്ട, ഒരു പ്രവാചകനെയും കാണാൻ പോകണ്ട. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ കീഴടങ്ങിയിരിക്കാൻ തയ്യാറാണെങ്കിൽ റിവീൽ ചെയ്യാൻ കർത്താവ് റെഡിയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഒളിച്ചോടാനല്ല നോക്കേണ്ടത്. പ്രതിസന്ധികളും ഹല്ലേലൂയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരും. പക്ഷെ കീഴടങ്ങിയിരിക്കുമ്പോൾ ഈ മരുഭൂമി യാത്രയിൽ നിന്ന് കർത്താവ് തക്ക സമയത്ത് വെളിയിലിറക്കും. അതാണ് ഉൽപ്പത്തി പുസ്തകം 21 നമുക്ക് കാണാൻ സാധിക്കുന്നത്. അബ്രഹാമും സാറായും എല്ലാം ഹാഗാറിനെ കൈവിട്ടു. ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ പറയും, ദൈവം പോലും കൈവിട്ടു. ഹല്ലേലൂയ സ്തോത്രം. ചില അവസരങ്ങളിൽ നമുക്ക് തോന്നിപ്പോകാറില്ലേ, കർത്താവെ അങ്ങനെ കൈവിട്ടോ, അങ്ങനെ കാണുന്നില്ലേ? കർത്താവെല്ലാം കാണുന്നുണ്ട്, കർത്താവെല്ലാം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പുറത്തേക്ക് ഇറക്കുന്നതിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്കാണ് ഞാൻ എത്തുന്നത്. കഴിഞ്ഞ നാളുകളിൽ മരുഭൂമിയിലായിരുന്നപ്പോൾ ഹാഗാറിന് വേണ്ടി ഒരു നീരുറവ തുറന്നു. പക്ഷെ ഈ നീരുറവ ആര് കണ്ടില്ല? ഹാഗാർ കണ്ടില്ല. ഹാഗാറിനോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഹാഗാർ പറയും, അന്ന് നീരുറവ കാണുന്നതല്ലായിരുന്നു എന്റെ വിഷയം, എന്റെ ഹൃദയഭാരമായിരുന്നു എനിക്ക് മുന്നിട്ട് നിന്നതെന്ന്. അങ്ങനെങ്കിൽ പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ കിട്ടിയ വേദനകൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കാതെ, അപ്പാ ഞാൻ ഇനിയും എന്താണ് അടുത്തത് ചെയ്യേണ്ടത്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, എനിക്കൊന്ന് കാണിച്ചതാ. കഴിഞ്ഞ നാളുകളിലെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോ. ശത്രു എപ്പോഴും തടയപ്പെടാനാണ് നോക്കുന്നത്, തളച്ചിടാനാണ് നോക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ മുന്നോട്ടുള്ള ഭാവിയെ കർത്താവ് എന്ന് റിവീൽ ചെയ്തതാ. കർത്താവ് തന്നെ ഇവളെ ഇറക്കിയപ്പോൾ ഹല്ലേലൂയ, കർത്താവ് ഇവളുടെ കണ്ണു തുറന്നു. ഇന്ന് ആത്മീയമായിട്ടുള്ള കണ്ണുകൾ നമ്മുടെ തുറക്കേണ്ട സമയം കഴിഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. ശൗൽ എന്ന പൗലോസിന്റെ പുറത്തെ കാഴ്ച മാത്രമേ പ്രിയ ദൈവമക്കളെ പോയിട്ടുള്ളൂ. പക്ഷെ അവന്റെ അകക്കണ്ണ് തുറന്നു. അകക്കണ്ണ് തുറന്നത് കൊണ്ടാണ്
അവൻ ഉടനെ എടുത്തു ചോദിച്ചത്, കർത്താവേ നീ ആരാകുന്നു എന്നുള്ളത്. ഇന്ന് പുറമേ കർത്താവേ കർത്താവേ എന്ന് വിളിക്കാൻ കഴിയും, സ്തോത്രങ്ങളും സ്തുതികളും അർപ്പിക്കാൻ കഴിയും. പക്ഷെ എന്റെ അകക്കണ്ണൊന്ന് തുറക്കാൻ കഴിയട്ടെ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ഹല്ലേലൂയ, സ്തോത്രം. ഇതെന്നോടും കൂടിയാണ് പറയുന്നത്. ഇന്നത്തെ വചനം നമ്മളോടാണ് സംസാരിക്കുന്നത്. എന്റെ അകക്കണ്ണൊന്ന് തുറക്കട്ടെ, നിങ്ങളുടെ അകക്കണ്ണൊന്ന് തുറക്കട്ടെ, ചിലതൊക്കെ കാണുവാൻ സാധിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. തലമുറയുടെ നന്മകൾ, ഹല്ലേലൂയ, സ്തോത്രം, അടയപ്പെട്ട് കിടക്കുവാണെന്ന് നമുക്കങ്ങ് തോന്നുക. എന്തുകൊണ്ടാ? നമ്മൾ കാണുന്നില്ല. ഹല്ലേലൂയ. ആത്മാവിൽ ചിലതൊക്കെ കാണണം. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളുടെ നന്മകളെ ആത്മാവിൽ കാണണം, ആത്മാവിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. ഉറവ നേരത്തെ തുറന്നു മരുഭൂമിയിൽ, പക്ഷെ ഹാഗാർ അത് പിന്നീടാണ് കാണുന്നത്. പ്രിയ ദൈവമക്കളെ, ഹാഗാറിന്റെ കണ്ണു തുറന്നത് ദൈവമാണെങ്കിൽ ഈ നഖക്കണ്ണു തുറക്കാൻ നമുക്കാർക്കും കഴിയത്തില്ല. അത് ദൈവത്തിനൊരുവന് മാത്രമേ കഴിയത്തുള്ളൂ. അങ്ങനെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ എന്റെ അകക്കണ്ണ് എനിക്ക് തുറക്കാൻ കഴിയത്തില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, അങ്ങ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഹെൽപ്പ് ചെയ്തു കഴിഞ്ഞാൽ അങ്ങയോടൊപ്പം മുന്നോട്ട് വരുവാൻ എനിക്ക് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. എത്ര ദൈവമക്കൾ എന്നോടൊപ്പം ഉണ്ട്? ഇന്ന് ആത്മീക കണ്ണുകൾ തുറക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ കടന്നു വരുമ്പോൾ ഹൃദയദൃഷ്ടി തുറക്കട്ടെ, ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഏലിശായെ പോലെ ആത്മാവിന്റെ കണ്ണ് തുറന്നു വരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കണ്ണുകൾ ഇന്ന് പുറം കണ്ണുകൾ തുറന്നിരിക്കുന്നുണ്ടെങ്കിലും അകം കണ്ണ് അടഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ നീരുറവ തുറന്നപ്പോൾ, നേരത്തെ തുറന്നു, പക്ഷെ ഹാഗാറിന്റെ കണ്ണ് ദൈവം തുറന്നു കൊടുത്തപ്പോൾ ബാലനെ അവൾ ചെന്ന് താങ്ങി എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. ഇന്ന് അകക്കണ്ണ് തുറക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം നമുക്ക് വേണ്ടി നോക്കി വെച്ചിരിക്കുന്ന നന്മകൾ ഹല്ലേലൂയ പൊങ്ങി വരും. ഹല്ലേലൂയ, സ്തോത്രം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കർത്താവിന് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. ഈ ദിവസങ്ങളിൽ ഹാഗാറിന്റെ കണ്ണ് തുറന്നതുപോലെ നമ്മുടെ കണ്ണ് ദൈവം ഒന്ന് തുറക്കാൻ പ്രാർത്ഥിക്കുക. ഇവിടുന്ന് തന്നെ ഇസഹാക്കിന് വെള്ളം കൊടുത്തു. ബാലന്റെ നിലവിളി കേട്ടു. നീ എന്തിനാ ഭയപ്പെടുന്നത്, നീ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. കാരണം കർത്താവ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഹാഗാർ കരഞ്ഞപ്പോൾ, ആദ്യമായിട്ട് ഹാഗാർ വീട്ടിൽ നിന്ന് കാഠിന്യ നിമിത്തം, സാറ അവളോട് കാണിച്ച കാഠിന്യ നിമിത്തം ഓടിയപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഓടി ഒളിക്കാൻ ശ്രമിച്ചപ്പോൾ ദൈവം അവളെ കണ്ടു. ദൈവം അവൾക്ക് അവിടെ നീരുറവ തുറന്നു. അപ്പോൾ അവളുടെ ഉള്ളിൽ കിടന്ന കുഞ്ഞ് എന്തും വേണ്ടി വിഷമം അനുഭവിച്ചു കാണും. ഒരു അമ്മ അനുഭവിക്കുന്ന വിഷമം ഹല്ലേലൂയ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞും അനുഭവിക്കും. അന്നേ ദൈവം ആ കുഞ്ഞിന്റെ നിലവിളി കേട്ടു. ഹല്ലേലൂയ, സ്തോത്രം. യിരെമ്യാ പ്രവാചകനോട് പറഞ്ഞതുപോലെ, ഞാൻ നിന്നെ മുന്നമേ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടതാണ്. ഇന്ന് വിശ്വസിക്കാമോ പ്രിയ ദൈവമക്കളെ? ആരെന്നെ കണ്ടില്ലെങ്കിലും എന്റെ പ്രിയ ദൈവം എന്നെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ, അമ്മയുടെ ഉദരത്തിൽ ഒരു പൊട്ടാകുന്നതിന് മുമ്പേ എന്നെ പേര് ചൊല്ലി വിളിച്ചത് എന്റെ ദൈവമാണ്. എന്റെ ദൈവം എന്നെ കണ്ടിട്ടുണ്ട്. എന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതും. ആകയാൽ നീ എന്താണ് ചെയ്യേണ്ടത്? ഈ നീരുറവ നിന്റെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെന്ന നീരുറവെ പകർന്നു കൊടുക്കാൻ എത്ര മാതാപിതാക്കൾ ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവരെ കരങ്ങളിലെടുത്ത് പ്രവർത്തിക്കാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്നും കരുതിയിട്ടില്ലെങ്കിലും, നിങ്ങൾ അവർക്ക് വേണ്ടി ഒരു ബാങ്ക് ബാലൻസും കരുതി വെച്ചിട്ടില്ലെങ്കിലും, ഒന്നും ഭവനമോ ഒന്നും കരുതി വെച്ചിട്ടില്ലെങ്കിലും ഭാരപ്പെടണ്ട. കർത്താവ് അവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ പരിശുദ്ധാത്മാവിനെ ആ തലമുറകളിലേക്ക് ഒന്ന് കൈമാറാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ബാലനോടൊപ്പം ദൈവം ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. ഇശ്മായേൽ എന്ന ബാലനോടൊപ്പം ദൈവം ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ വളർന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നത്തെ ഓരോ കുഞ്ഞുങ്ങളും തളർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. ഈ ഓരോ വഴിയാത്രയിലും അവര് വീണു പൊക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? മാതാപിതാക്കൾ വേറിട്ടിരിക്കുന്നില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, അവർക്ക് വചനം പറഞ്ഞു കൊടുക്കുന്നില്ല, പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നില്ല. പ്രിയ ദൈവമക്കളെ, ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേ പട്ടുപോയേനെ. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ തന്നെ പറയുന്ന വ്യക്തിയാണ്. ഞാൻ നശിച്ചു പോയേനെ. പക്ഷെ എന്റെ മാതാവ് എനിക്ക് വേണ്ടി വേറിട്ടിരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ, പ്രാർത്ഥിച്ച
പ്രാർത്ഥിച്ചപ്പോൾ നീണ്ട നാളുകളുടെ ഉപവാസമായിരുന്നു. എനിക്ക് തോന്നുന്നു വർഷങ്ങള് മുന്നോട്ട് പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ കുഞ്ഞു മടങ്ങി വരണം, വചനത്തിൽ അടിസ്ഥാനം ഇടണം. ഇന്ന് കർത്താവ് എല്ലാരെക്കാട്ടിലും ശ്രേഷ്ഠമായിട്ട് എന്നെ എടുത്ത് ഉപയോഗിക്കുന്നു. അങ്ങനെങ്കിൽ പ്രിയ ദൈവമക്കളെ, സമ്പാദ്യങ്ങളോ ബാങ്ക് ബാലൻസോ ഒന്നും കൊടുത്തില്ലെങ്കിലും ഹാഗാറിനെ പോലെ കർത്താവ് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ, അകക്കണ്ണ് തുറന്നു കഴിഞ്ഞാൽ, അകത്തിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിച്ചു കഴിഞ്ഞാൽ ആ നിരുറവ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കുടിപ്പാൻ കൊടുക്കണം. ശമരിയ സ്ത്രീയോട് പറഞ്ഞു, ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിനക്കൊരു നാളും ദാഹിക്കത്തില്ല, അത് നിത്യജീവനിലേക്ക് നിന്നെ എത്തിക്കും. ഇന്ന് പരിശുദ്ധാത്മാവിനെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ നിത്യതയിൽ കാണാം. ഇല്ലെങ്കിൽ അവർ വഴിത്തലക്കൽ വെച്ച് പട്ടുപോകത്തേ ഉള്ളൂ. പ്രിയ ദൈവമക്കളെ, ആത്മാവിൽ പറയുന്ന ഈ ദൂതൊന്ന് ഏറ്റെടുക്കാമോ? ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പരിശുദ്ധാത്മാവിനെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. പരിശുദ്ധാത്മാവിന്റെ കുഞ്ഞുങ്ങളെ കരം പിടിക്കട്ടെ. എന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി അകക്കണ്ണ് തുറക്കട്ടെ. ശൗലിന്റെ കണ്ണ് തുറന്നതുപോലെ, ഹാഗാറിന്റെ കണ്ണ് ദൈവമായിട്ട് തുറന്നു കൊടുത്തതുപോലെ എന്റെയും കണ്ണ് തുറക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്വർഗ്ഗസ്വനുമായ കർത്താവേ, ഇത്രയും നേരം വചനം പറയാൻ നൽകി തന്ന കൃപയോർത്ത് സ്തുതിക്കുന്ന കർത്താവേ, കേട്ട മക്കൾക്കെല്ലാം കർത്താവേ, ഈ വചനം അധികം പ്രയോജനമാകട്ടെ. വിശ്വാസത്തിൽ ഉച്ചിരിപ്പാനുള്ള കൃപ അവർക്ക് കൊടുക്കണം. മുന്നോട്ട് ജീവിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ അവരുടെ ലൈഫിൽ കുഞ്ഞുങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. പ്രാർത്ഥന കേൾക്കണം യേശുപ്പച്ച. ദേവദാസനെ, കുടുംബത്തെ, ഇന്ന് കൂടിയിരിക്കുന്ന എല്ലാ കുടുംബത്തെ അനുഗ്രഹിക്കണം, മാനിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.